നെക്സ്റ്റ് സെക്ഷൻ ഐസോമോർഫിസം. രണ്ട് വെക്റ്റർ സ്പേസസ് എപ്പോഴാണ് ഐസോമോർഫിക് ആണെന്ന് പറയുക എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. ആദ്യം എന്താണ് ഒരു ഐസോമോർഫിസം എന്ന് നോക്കാം. ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പിങ്ങിനെയാണ് ലീനിയർ ഐസോമോർഫിസം അതല്ലെങ്കിൽ സിംപ്ലി ഐസോമോർഫിസം എന്ന് വിളിക്കുന്നത്. എഫ് വെക്റ്റർ സ്പേസ് യുവിൽ നിന്നും മറ്റൊരു വെക്റ്റർ സ്പേസ് വിയിലേക്കുള്ള ഒരു ഐസോമോർഫിസം ആണെങ്കിൽ, അതായത് ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പ് ആണെങ്കിൽ യുവും വിയും ഐസോമോർഫിക് ആണെന്ന് പറയും. സോ രണ്ട് വെക്റ്റർ സ്പേസസ് ഐസോമോർഫിക് ആവാനുള്ള കണ്ടീഷൻ, അതിലൊരു വെക്റ്റർ സ്പേസിൽ നിന്നും അനദർ വെക്റ്റർ സ്പേസിലേക്ക് ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പിംഗ് എക്സിസ്റ്റ് ചെയ്യണം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എ എന്നുള്ളത് R3 സ്പേസിലുള്ള XY പ്ലെയിനിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ ട്രിപ്പിൾസ് XY0 സച്ച് ദാറ്റ് X, Y ബിലോങ്സ് ടു R. അതുപോലെ ബി R3 സ്പേസിലുള്ള XZ പ്ലെയിനിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. That is B equal to set of all ordered triples X0Z such that X, Z belongs to R. Then എയും ബിയും R3യുടെ രണ്ട് സബ് സ്പേസസ് ആണ്. സോ എയും ബിയും വെക്റ്റർ സ്പേസസ് ആണ്. ഈ രണ്ട് സ്പേസിൻ്റെയും ഡയമെൻഷൻ 2 ആണ്. കാരണം സ്പേസ് എയുടെ ഒരു ബേസിസ് ആണ് സെറ്റ് ഓഫ് ഓർഡേഡ് ട്രിപ്പിൾസ് 1, 0, 0 ആൻഡ് 0, 1, 0. അതുപോലെ സ്പേസ് ബിയുടെ ഒരു ബേസിസ് ആണ് സെറ്റ് ഓഫ് ഓർഡേഡ് ട്രിപ്പിൾസ് 1, 0, 0 ആൻഡ് 0, 0, 1. സോ രണ്ട് സ്പേസിൻ്റെയും ഡയമെൻഷൻ 2 ആണ്. ദെൻ എയിൽ നിന്നും ബിയിലേക്ക് ഒരു മാപ്പിംഗ് എഫ് ഇതുപോലെ ഡിഫൈൻ ചെയ്യുക. എഫ് ഓഫ് ഓർഡേഡ് ട്രിപ്പിൾ XY0 ഈക്വൽ ടു ഓർഡേഡ് ട്രിപ്പിൾ X0Y. ദെൻ എഫ് ലീനിയറും ബൈജക്റ്റീവുമാണെന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. വെക്റ്റർ സ്പേസ് എയിൽ നിന്നും രണ്ട് വെക്റ്റേഴ്സ് വെക്റ്റർ X ഈക്വൽ ടു ഓർഡേഡ് ട്രിപ്പിൾ XY0യും വെക്റ്റർ Y ഈക്വൽ ടു ഓർഡേഡ് ട്രിപ്പിൾ X1, Y1, 0യും എനി സ്കേലാർ ആൽഫയും ചൂസ് ചെയ്താൽ വെക്റ്റർ X പ്ലസ് വെക്റ്റർ Y ഈക്വൽ ടു ഓർഡേഡ് ട്രിപ്പിൾ X പ്ലസ് X1, Y പ്ലസ് Y1, 0യും ആൽഫ ഇൻറ്റു വെക്റ്റർ X ഈക്വൽ ടു ഓർഡേഡ് ട്രിപ്പിൾ ആൽഫ X, ആൽഫ Y, 0യുമാണ്. ദെൻ എഫ് ഓഫ് X പ്ലസ് Y ഈക്വൽ ടു എഫ് ഓഫ് ഓർഡേഡ് ട്രിപ്പിൾ X പ്ലസ് X1, Y പ്ലസ് Y1, 0. By definition is equal to ordered triple X plus X1, 0, Y plus Y1, which is equal to ordered triple X0Y plus ordered triple X1, 0, Y1. F of X equal to ordered triple X0Y യും F of Y equal to ordered triple X1, 0, Y1 ആയതുകൊണ്ട് which is equal to F of X plus F of Y. And F of alpha into vector X equal to F of ordered triple alpha X, alpha Y, 0. By definition which is equal to ordered triple alpha X, 0, alpha Y, which is equal to alpha into ordered triple X0Y, അതായത് ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ്. സോ എഫ് ലീനിയർ ആണ്. ഇതുപോലെ വെക്റ്റർ സ്പേസ് ബിയിൽ നിന്നും ആർബിട്രറി ആയിട്ടൊരു വെക്റ്റർ ഓർഡേഡ് ട്രിപ്പിൾ X0Z ചൂസ് ചെയ്താൽ എഫ് ഓഫ് ഓർഡേഡ് ട്രിപ്പിൾ XZ0 ഈക്വൽ ടു ഓർഡേഡ് ട്രിപ്പിൾ X0Z ആയതുകൊണ്ട് വെക്റ്റർ സ്പേസ് ബിയിലെ എല്ലാ വെക്റ്റേഴ്സിനും എഫിൻ്റെ അണ്ടറിൽ പ്രീ ഇമേജസ് ഉണ്ട്. സോ എഫ് ഒരു സർജക്റ്റീവ് മാപ്പാണ്. ദെൻ എഫ് ഓഫ് ഓർഡേഡ് ട്രിപ്പിൾ XY0യും എഫ് ഓഫ് ഓർഡേഡ് ട്രിപ്പിൾ X1, Y1, 0യും ഈക്വൽ ആണെങ്കിൽ X ഈക്വൽ ടു X1 എന്നും Y ഈക്വൽ ടു Y1 എന്നും കിട്ടും. സോ ഓർഡേഡ് ട്രിപ്പിൾ XY0 ഈക്വൽ ടു ഓർഡേഡ് ട്രിപ്പിൾ X1, Y1, 0. ദസ് എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പാണ്. എഫ് ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആയതുകൊണ്ട് എഫ് ഒരു ബൈജക്റ്റീവ് മാപ്പ് ആയിരിക്കും. സോ വെക്റ്റർ സ്പേസ് എയിൽ നിന്നും വെക്റ്റർ സ്പേസ് ബിയിലേക്കുള്ള ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പാണ് എഫ്, അതായത് ഒരു ഐസോമോർഫിസമാണ്. ദെയർഫോർ എ ഈസ് ഐസോമോർഫിക് ടു ബി. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ നെക്സ്റ്റ് തിയറത്തിൻ്റെ കൊറോളറിയുടെ ഒരു പർട്ടിക്കുലർ കേസാണ്. ആ തിയറത്തിൽ പറയുന്നത് ഇതാണ്. വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫും വിയുടെ ഡയമെൻഷൻ എന്നുമാണെങ്കിൽ വെക്റ്റർ സ്പേസ് വി വെക്റ്റർ സ്പേസ് എഫ് എന്നിനോട്, അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് n കോപ്പീസ് ഓഫ് എഫിനോട് ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് ആ തിയറത്തിൽ പറയുന്നത്. തിയറം: ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓവർ എ ഫീൽഡ് എഫ്, ദെൻ വി ഈസ് ഐസോമോർഫിക് ടു വെക്റ്റർ സ്പേസ് എഫ് എൻ. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. ഡയമെൻഷൻ n ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെക്റ്റർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫ് ആണ് വി എന്ന് വിചാരിക്കുക. ദെൻ വിയുടെ എല്ലാ ബേസിസിലും എക്സാക്ട്ലി n വെക്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ലെറ്റ് ദി സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് v1, v2, etc. vn be a basis of v.
ദെൻ വെക്റ്റർ സ്പേസ് വിയിലെ ഏതൊരു വെക്റ്റർ എക്സ് ചൂസ് ചെയ്താലും ആ വെക്റ്ററിനെ ഈ ബേസിസിലെ എലിമെൻസുകളുടെ യൂണീക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. സോ ഫോർ എനി എക്സ് ബിലോങ്സ് ടു വി there exist scalars alpha 1, alpha 2, etc. alpha n such that x equal to summation I equal to 1 to n alpha I vi, that is x equal to alpha 1 v1 plus alpha 2 v2 plus etc. plus alpha n vn. Now വെക്റ്റർ സ്പേസ് വിയിൽ നിന്നും എഫ് എന്നിലേക്ക് ഒരു മാപ്പിംഗ് ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ ഈക്വൽ ടു ഓർഡേർഡ് എൻ ടപ്പിൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ. അതായത് എക്സിനെ v1 v2 എക്സെട്ര വി എൻ ഇവയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന കറസ്പോണ്ടിങ് സ്കേലാർസിൻ്റെ ഓർഡേർഡ് എൻ ടപ്പിൾ, അതാണ് എഫിൻ്റെ അണ്ടറിൽ വെക്റ്റർ എക്സിൻ്റെ ഇമേജ്. ഈച്ച് ആൽഫ ഐ എഫിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് ഓർഡേർഡ് എൻ ടപ്പിൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ വെക്റ്റർ സ്പേസ് എഫ് എന്നിലെ ഒരു മെമ്പർ ആയിരിക്കും. ദെൻ ഈ മാപ്പിംഗ് വിയിൽ നിന്നും എഫ് എന്നിലേക്കുള്ള ഒരു ഐസോമോർഫിസം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അതിനുവേണ്ടി എഫ് ഒരു ലീനിയർ മാപ്പാണെന്നും അതുപോലെ തന്നെ അത് ബൈജക്റ്റീവ് ആണെന്നും പ്രൂവ് ചെയ്താൽ മതി. ആദ്യം എഫ് ഒരു ലീനിയർ മാപ്പാണെന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി വെക്റ്റർ സ്പേസ് വിയിൽ നിന്നും രണ്ട് വെക്റ്റേഴ്സ് എക്സും വൈയും ചൂസ് ചെയ്യുക. ദെൻ ഈ രണ്ട് വെക്റ്റേഴ്സിനെയും v1 v2 എക്സെട്ര വി എൻ ഈ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. ലെറ്റ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ and y equal to summation I equal to 1 to n beta I vi. Then x plus y equal to summation I equal to 1 to n alpha I plus beta I into vector vi. അതുപോലെ for any scalar a into vector x equal to summation I equal to 1 to n a into alpha I into vi. Now by the definition of f of x plus y equal to f of summation I equal to 1 to n alpha I plus beta I into vector vi equal to ordered n tuple alpha 1 plus beta 1 comma alpha 2 plus beta 2 comma etc. comma alpha n plus beta n which is equal to ordered n tuple alpha 1 alpha 2 etc. alpha n plus ordered n tuple beta 1 beta 2 etc. beta n. Ordered n tuple alpha 1 alpha 2 etc. alpha n equal to f of summation I equal to 1 to n alpha I vi യും ordered n tuple beta 1 beta 2 etc. beta n equal to f of summation I equal to 1 to n beta I vi യും ആയതുകൊണ്ട് which is equal to f of summation I equal to 1 to n alpha I into vector vi plus f of summation I equal to 1 to n beta I into vector vi, that is f of x plus f of y. So f of x plus y equal to f of x plus f of y. Also f of a into vector x equal to f of summation I equal to 1 to n a alpha I into vector vi which is equal to ordered n tuple a alpha 1 comma a alpha 2 comma etc. comma a alpha n which is equal to a into ordered n tuple alpha 1 alpha 2 etc. alpha n which is equal to a into f of x. So f ഒരു ലീനിയർ മാപ്പിംഗ് ആണ്. ദെൻ എഫ് ഒരു ബൈജക്റ്റീവ് മാപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി എഫ് ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആണ് എന്ന് വെരിഫൈ ചെയ്യണം. എഫ് സർജക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ വെക്റ്റർ സ്പേസ് എഫ് എന്നിലെ ഏതൊരു വെക്റ്റർ ചൂസ് ചെയ്താലും ആ വെക്റ്ററിന് എഫിൻ്റെ അണ്ടറിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ടേക്ക് എനി വെക്റ്റർ ഓർഡേർഡ് എൻ ടപ്പിൾ a1 a2 എക്സെട്ര an ബിലോങ്സ് ടു എഫ് എൻ. ദെൻ a1 a2 എക്സെട്ര an ഇവയെല്ലാം സ്കേലാർസ് ആയിരിക്കും. ടേക്ക് എക്സ് ഈക്വൽ ടു a1 v1 പ്ലസ് a2 v2 പ്ലസ് എക്സെട്ര പ്ലസ് an vn. ദെൻ എക്സ് വെക്റ്റർ സ്പേസ് വിയുടെ ബേസിസിലെ വെക്റ്റേഴ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്. സോ എക്സ് വെക്റ്റർ സ്പേസ് വിയിലുണ്ടായിരിക്കും. ബൈ ഡെഫിനേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് a1 v1 പ്ലസ് a2 v2 പ്ലസ് എക്സെട്ര പ്ലസ് an vn ഈക്വൽ ടു ഓർഡേർഡ് എൻ ടപ്പിൾ a1 a2 എക്സെട്ര an. സോ നമ്മൾ എഫ് എന്നിൽ നിന്നും ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത വെക്റ്ററിനെ എഫിൻ്റെ അണ്ടറിൽ ഒരു പ്രീ ഇമേജ് ഉണ്ട് എന്ന് കിട്ടി. സോ എഫ് ഒരു സർജക്റ്റീവ് മാപ്പാണ്. ദെൻ എഫ് ഇൻജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുവാൻ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും സെയിം ആണെങ്കിൽ എക്സും വൈയും ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഫോർ എനി എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ വൈ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ വി ഐ ഇൻ വെക്റ്റർ സ്പേസ് വി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ ഈക്വൽ ടു എഫ് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ വി ഐ, that is ordered n tuple alpha 1 alpha 2 etc. alpha n equal to
ഓർഡേഡ് n ടപ്പിൾ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ n കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആൽഫ 1 ഈക്വൽ ടു ബീറ്റ 1 ആൽഫ 2 ഈക്വൽ ടു ബീറ്റ 2 എക്സെട്ര ആൽഫ n ഈക്വൽ ടു ബീറ്റ n എന്ന് കിട്ടും. സോ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ വി ഐ, അതായത് എക്സ് ഈക്വൽ ടു വൈ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈക്വൽ ടു വൈ. സോ എഫ് ഒരു ഇൻജക്റ്റീവ് മാപ്പാണ്. എഫ് ബോത്ത് ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ് ആയതുകൊണ്ട് എഫ് ഒരു ബൈജക്റ്റീവ് മാപ്പാണ്. സോ മാപ്പിംഗ് എഫ് വെക്റ്റർ സ്പേസ് വിയിൽ നിന്നും എഫ് എന്നിലേക്കുള്ള ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പിംഗ് ആണ്, അതായത് ഒരു ഐസോമോർഫിസമാണ്. Therefore വെക്റ്റർ സ്പേസ് വി ഈസ് ഐസോമോർഫിക് ടു ദി വെക്റ്റർ സ്പേസ് എഫ് എൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറിയാണ് ഇഫ് യു ആൻഡ് വി ആർ വെക്റ്റർ സ്പേസസ് ഓഫ് ദി സെയിം ഡയമെൻഷൻ എൻ ഓവർ എഫ് ദെൻ യു ആൻഡ് വി ആർ ഐസോമോർഫിക്. യുവും വിയും സെയിം ഡയമെൻഷനുള്ള രണ്ട് വെക്റ്റർ സ്പേസസ് ഓവർ ദി സെയിം ഫീൽഡ് എഫ്. രണ്ട് സ്പേസിൻ്റെയും ഡയമെൻഷൻ എന്നാണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് യുവും വിയും ഐസോമോർഫിക് ആണെന്നാണ്. അതിനുവേണ്ടി യുവിൽ നിന്നും വിയിലേക്ക് ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. വെക്റ്റർ സ്പേസ് യുവിൻ്റെ ഡയമെൻഷൻ എന്നായതുകൊണ്ട് പ്രീവിയസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ യുവിൽ നിന്നും എഫ് എന്നിലേക്ക് ഒരു ഐസോമോർഫിസം എഫ് യു ഉണ്ടായിരിക്കും. അതുപോലെ വിയുടെയും ഡയമെൻഷൻ എന്നായതുകൊണ്ട് വിയിൽ നിന്നും എഫ് എന്നിലേക്കും ഒരു ഐസോമോർഫിസം എഫ് വി ഉണ്ടായിരിക്കും. ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പിങ്ങിൻ്റെ ഇൻവേഴ്സും ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പിംഗ് ആണ്. സോ എഫ് വി ഇൻവേഴ്സ് എഫ് എന്നിൽ നിന്നും വിയിലേക്കുള്ള ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പ് അതല്ലെങ്കിൽ ഐസോമോർഫിസമാണ്. അതുപോലെ രണ്ട് ബൈജക്റ്റീവ് ലീനിയർ മാപ്പിങ്സിൻ്റെ കോമ്പോസിഷനും ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പിംഗ് ആണ്. സോ എഫ് വി ഇൻവേഴ്സ് കോമ്പോസിറ്റ് എഫ് യു വെക്റ്റർ സ്പേസ് യുവിൽ നിന്നും വെക്റ്റർ സ്പേസ് വിയിലേക്കുള്ള ഒരു ഐസോമോർഫിസമാണ്. ഹെൻസ് യു ആൻഡ് വി ആർ ഐസോമോർഫിക്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഫ് എഫ് ഫ്രം ആർ ടു ആർ is an isomorphism and T from R2 to R2 is defined by T of ordered pair xy equal to ordered pair x comma y minus f of x. Prove that T is an isomorphism. റിയൽ ലൈനിൽ നിന്നും അതിലേക്ക് തന്നെയുള്ള ഒരു ഐസോമോർഫിസമാണ് എഫ്. ഒരു ന്യൂ മാപ്പിംഗ് ടി ആർ ടുവിൽ നിന്നും ആർ ടുവിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഓർഡേഡ് പെയർ എക്സ് കോമ വൈ മൈനസ് എഫ് ഓഫ് എക്സ്. ദെൻ ടി ഒരു ഐസോമോർഫിസം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത്. അതിനുവേണ്ടി ടി ലീനിയർ ആണെന്നും ബൈജക്റ്റീവ് ആണെന്നും പ്രൂവ് ചെയ്താൽ മതി. ആദ്യം ടി ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഫോർ എനി ഓർഡേഡ് പെയർസ് x1 y1 ആൻഡ് x2 y2 ഇൻ R2 ആൻഡ് എനി സ്കേലാർ a belongs to R, ordered pair x1 y1 plus ordered pair x2 y2 equal to ordered pair x1 plus x2 comma y1 plus y2 and a into ordered pair x1 y1 equal to ordered pair ax1 comma ay1. Now T of ordered pair x1 y1 plus ordered pair x2 y2 equal to T of ordered pair x1 plus x2 comma y1 plus y2 by definition, which is equal to ordered pair x1 plus x2 comma y1 plus y2 minus f of x1 plus x2. f ഒരു ലീനിയർ മാപ്പ് ആയതുകൊണ്ട് f of x1 plus x2 equal to f of x1 plus f of x2 ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ which is equal to ordered pair x1 plus x2 comma y1 plus y2 minus of f of x1 plus f of x2. അതൊന്ന് അറേഞ്ച് ചെയ്താൽ which is equal to ordered pair x1 plus x2 comma y1 minus f of x1 plus y2 minus f of x2, which is equal to ordered pair x1 comma y1 minus f of x1 plus ordered pair x2 comma y2 minus f of x2, that is T of ordered pair x1 y1 plus T of ordered pair x2 y2. Also T of a into ordered pair x1 y1 equal to T of ordered pair ax1 comma ay1. By definition, which is equal to ordered pair ax1 comma ay1 minus f of ax1. f ഒരു ലീനിയർ മാപ്പ് ആയതുകൊണ്ട് f of ax1 equal to a into f of x1 ആയിരിക്കും. അത് യൂസ് ചെയ്താൽ which is equal to ordered pair ax1 comma ay1 minus a into f of x1, which is equal to a into ordered pair x1 comma y1 minus f of x1, that is a into T of ordered pair x1 y1. സോ ടി ഒരു ലീനിയർ മാപ്പിംഗ് ആണ്. ഇനി ടി ഒരു ബൈജക്റ്റീവ് മാപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഫോർ എനി വെക്റ്റേഴ്സ് ordered pair x1 y1 and x2 y2 in R2, T of ordered pair x1 y1 equal to T of ordered pair x2 y2 implies that ordered pair x1 comma y1 minus f of x1 equal to ordered pair x2 comma y2 minus f of x2.
which implies x1 equal to x2 and y1 minus f of x1 equal to y2 minus f of x2. Then f ഒരു ഐസോമോർഫിസം ആയതുകൊണ്ട് എഫ് ഇൻജക്റ്റീവ് മാപ്പ് ആയിരിക്കും. സോ x1 ഈക്വൽ ടു x2 എന്നുള്ളതിൽ നിന്നും എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കിട്ടും. ദെൻ ഇത് y1 മൈനസ് എഫ് ഓഫ് x1 ഈക്വൽ ടു y2 മൈനസ് എഫ് ഓഫ് x2 ഈ ഇക്വേഷനിൽ യൂസ് ചെയ്താൽ y1 ഈക്വൽ ടു y2 എന്ന് കിട്ടും. Therefore t of x1 y1 equal to t of x2 y2 implies that x1 equal to x2 and y1 equal to y2. That is ordered pair x1 y1 equal to ordered pair x2 y2. So t ഒരു ഇൻജക്റ്റീവ് മാപ്പാണ്. ദെൻ ഡിപ്പാർച്ചർ സ്പേസിൻ്റെയും അറൈവൽ സ്പേസിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയതുകൊണ്ട് സെക്ഷൻ 5 തിയറം 2 അപ്ലൈ ചെയ്താൽ ടി ഒരു ബൈജക്റ്റീവ് മാപ്പാണെന്ന് കിട്ടും. സോ R2 നിന്നും R2 ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പാണ് ടി. അതായത് ഒരു ഐസോമോർഫിസമാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.